കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന അനീഷയുടെ ആത്മഹത്യയിൽ പ്രതി DDP അബ്ദുൾ ജലീലിന് ₹1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അനീഷയുടെ ഭർത്താവ് വക്കീൽ നോട്ടീസ് അയച്ചു. ജാമ്യാപേക്ഷയിലെ പ്രതിയുടെ പരാമർശങ്ങൾ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ചാണ് നോട്ടീസ്. മാവേലിക്കര ജില്ലാ ജഡ്ജിയാണ് അനീഷയുടെ ഭർത്താവ് KN അജിത് കുമാർ. അരുൺരാജ് നൽകും കൊല്ലത്തു നിന്നും കൂടുതൽ വിവരങ്ങൾ. അരുൺരാജ്, വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, APP ആയിരുന്ന അനീഷയുടെ മരണം സംബന്ധിച്ച് നിരവധിയായ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിനിടയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുകയും ഈ ആത്മഹത്യയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സഹപ്രവർത്തകരായ അബ്ദുൾ ജലീലിനെയും അതുപോലെ തന്നെ ശ്യാമിനെതിരെയുമായിരുന്നു. ഇത് സംബന്ധിച്ച കേസടക്കം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തുകയും പ്രതികൾ ജാമ്യത്തിൽ പിന്നീട് പുറത്തിറങ്ങുകയും ചെയ്തു. ഈ കേസിൽ പ്രതികൾ നൽകിയ ജാമ്യ ഹർജിയിലാണ് അബ്ദുൾ ജലീൽ അനീഷയുടെ ആത്മഹത്യ കാരണം കുടുംബ പ്രശ്നങ്ങളാണെന്നും കുടുംബവുമായുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അനീഷ ആത്മഹത്യ ചെയ്തതെന്ന വിവരങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനീഷയുടെ ഭർത്താവ് കൂടിയായ അജിത് കുമാർ ഇപ്പോൾ മനഃശാസ്ത്രത്തിന് കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ജാമ്യാപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടില്ലെന്നും ഈ അപകീർത്തികരമായ ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ തനിക്ക് മാനനഷ്ടം ഉണ്ടായെന്നും ₹1 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുമാണ് അജിത് കുമാർ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അബ്ദുൾ ജലീലിനെതിരെ അയച്ചിരിക്കുന്നത്. ശരി, അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.